നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം പ്രവാസികൾക്കേറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. യുഎഇയിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറഞ്ഞതായി റിപ്പോർട്ട്. നേരത്തെ അവധി കണക്കിലെടുത്ത് ലാഭം കൊയ്യാൻ വിമാന കമ്പനികൾ കുത്തനെ നിരക്ക് ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ എല്ലാം തലകീഴായി മറിയുകയാണ് ചെയ്തിരിക്കുന്നത്. 64,000 രൂപ വരെ ഈടാക്കിയിരുന്ന ടിക്കറ്റ് നിരക്കാണ് ഇപ്പോൾ 6,500 രൂപയ്ക്ക് പോലും കിട്ടുന്നത്. ഇനി ചാർജ് കൂടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ പ്രവാസികൾക്കിനി ഈ അവസരം മുതലെടുത്ത് കുറഞ്ഞ ചിലവിൽ നാട്ടിലേക്ക് എത്താം. പ്രവാസികൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. 300 ദിർഹമിന് വരെ ലഭിക്കുന്നുവെന്ന് ട്രാവൽ ഏജൻസികൾ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് 6,500 രൂപ മുടക്കിയാൽ നാട്ടിലെത്താൻ സാധിക്കും. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കുത്തനെ ഉയർന്നിരുന്ന ടിക്കറ്റ് നിരക്കാണ് ഇപ്പോൾ കുത്തനെ താഴ്ന്നിരിക്കുന്നത്. കൂടാതെ വേനലവധിക്ക് നാട്ടിലേക്ക് കൂടുതൽ പ്രവാസികൾ എത്തുമെന്ന് മനസ്സിലാക്കി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വിമാന കമ്പനികൾ കുത്തനെ ഉയർത്തിയിരുന്നു. 2,000 മുതൽ 3,000 വരെ ദിർഹമാണ് ഈടാക്കിയിരുന്നത്. അതായത് 64,000 രൂപ വരെ ഈടാക്കിയിരുന്നു. ഈ വേളയിൽ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നവർക്ക് ഇതിന്റെ 4/1 നിരക്ക് നൽകേണ്ടിയിരുന്നുള്ളൂ. അതേസമയം ഇപ്പോൾ നാട്ടിൽ നിന്ന് യുഎഇയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി ദുബായ് യാത്രയ്ക്ക് 25,000 രൂപ വരെ ചെലവ് വരുന്ന സാഹചര്യവുമുണ്ട്. അബുദാബിയിലേക്കും ഇതേ നിരക്കാണുള്ളത്. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന് ടിക്കറ്റ് നിരക്ക് കുറഞ്ഞിരിക്കുന്ന നിലവിലെ സാഹചര്യം അടുത്ത നവംബർ വരെ തുടരും. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ ശൈത്യകാലത്ത് സ്കൂളുകൾ 3 ആഴ്ച അടച്ചിടാറുണ്ട്. ഈ അവധിക്കൊട്ടേറെ പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് വരികയാണ് പതിവ്. മാത്രമല്ല ക്രിസ്മസ്, പുതുവർഷാഘോഷം എന്നിവ കൂടി കണക്കിലെടുത്ത് നവംബറിന് ശേഷം നാട്ടിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഉയർന്നതായിരിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഫെബ്രുവരി എന്നീ മാസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറയുകയാണ് പതിവ്. ടിക്കറ്റ് നിരക്ക് കുറയുന്ന വേളയിൽ നാട്ടിലേക്ക് തിരിക്കാമെന്ന് കരുതിയാൽ എല്ലാ പ്രവാസികൾക്കും സാധിക്കുകയും ചെയ്യില്ല. പ്രത്യേകിച്ച് പ്രവാസി കുടുംബങ്ങൾക്ക് സ്കൂളുകൾ അവധി ലഭിക്കില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാരണം. അതേസമയം സാധാരണ ജോലി ചെയ്യുന്ന കുടുംബങ്ങൾ കൂടെയില്ലാത്ത പ്രവാസികൾക്ക് ഈ മാസങ്ങൾ ഒരു അവസരം കൂടിയാകുന്നു. ഓഫ് സീസണിലെ നഷ്ടം ഒഴിവാക്കാൻ വിമാന കമ്പനികൾ യാത്രക്കാർക്ക് ചില ഓഫറുകൾ നൽകി ആകർഷിക്കാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് പ്രവാസികൾക്ക് ഈ ഓഫ് സീസണിൽ കാത്തിരിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ നാട്ടിലെത്താൻ ഇതാ പുതിയ അവസരം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.